ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ ബാലരാമകഥ എന്ന പാഠ്യപുസ്തകത്തിലെ ദോ വരദാൻ എന്ന അധ്യായമാണ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. राजा दशरथ के मन में अब एक ही इच्छा बची थी, राम का राज्याभिषेक. അതായത് ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? ഒരേ ഒരു ആഗ്രഹമേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളത്. എന്തായിരുന്നു? രാജാഭിഷേകം, ശ്രീരാമൻ്റെ രാജാഭിഷേകം. ഉനെ യുവരാജ് കാ പദ് ദേന, യുവരാജ് പദവി ശ്രീരാമന് നൽകണം. അയോധ്യ लौटने के बाद से ही उन्होंने राम को राजकाज में शामिल करना शुरू कर दिया था. അപ്പോൾ അയോധ്യയിലോട്ട് തിരിച്ചെത്തിയതിന് ശേഷം ഈ രാജ്യകാര്യങ്ങളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. शामिल करना शुरू कर दिया था. राम ये जिम्मेदारी अच्छी तरह निभा रहे थे. ശ്രീരാമനാണെങ്കിലോ തൻ്റെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ നിർവഹിക്കുകയായിരുന്നു, അല്ലെ? നിഭാ രഹേ थे. उनकी विनम्रता, विद्वता और पराक्रम का लोहा सभी मानते थे. അതായത് അദ്ദേഹത്തിൻ്റെ ആ വിനയം, അല്ലെ? വിനമ്രത, പിന്നെ വിദ്വത്ത എന്ന് പറഞ്ഞാൽ ആ വിദ്വാൻ്റെ ആ സ്വഭാവം, അതായത് നല്ല അറിവ്, അല്ലെ? ഓർ പരാക്രം ക ലോഹ എന്ന് പറഞ്ഞാൽ അയണിനെ പോലെ നല്ല കരുത്തുറ്റ മനസ്സും ശരീരവും ഒക്കെയുള്ള ആൾ, അല്ലെ? പരാക്രം ക ലോഹ സഭി മാനത്തെ. അപ്പോൾ ശ്രീരാമന് ഈ കഴിവുകളൊക്കെ ഉള്ളത് പ്രജകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമനെ യുവരാജാവാക്കണം എന്ന ആഗ്രഹം പ്രജകൾക്കും ഉണ്ടായിരുന്നു. പ്രജ ഉनको चाहती थी. दशरथ के लिए तो वो प्राणों से प्यारे थे ही. അപ്പോൾ പ്രജകൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ശ്രീരാമനോട്. അതുപോലെ ദശരഥ മഹാരാജാവിനാണെങ്കിലോ ജീവനേക്കാൾ പ്രിയനായിരുന്നു ശ്രീരാമൻ. അപ്പോൾ ദർബാർ മേ രാം കാ സമ്മാൻ നിരന്തർ ബഡ് രഹാ താ. അപ്പോൾ ആ ദർബാർ, അതായത് ആ രാജ്യസഭയിലാണെങ്കിലോ എല്ലാവർക്കും ശ്രീരാമനോടുള്ള ആ റെസ്പെക്റ്റ്, അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു ശ്രീരാമൻ യുവരാജാവായിട്ട് വരണമെന്ന്. അപ്പോൾ രാം കാ സമ്മാൻ നിരന്തർ ബഡ് രഹാ താ, നിരന്തർ കണ്ടിന്യൂസ്ലി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജ്യസഭയിലും പ്രജകൾക്കും ശ്രീരാമനോടുള്ള റെസ്പെക്റ്റ് കൂടിക്കൊണ്ട് വരികയായിരുന്നു. രാജ ദശരഥ് വൃദ്ധ ഹോ ചലേ थे. അപ്പോൾ ദശരഥ മഹാരാജാവാണെങ്കിലോ ഇപ്പോൾ വൃദ്ധാവസ്ഥയിലോട്ട് പോവുകയായിരുന്നു, അല്ലെ? വൃദ്ധനാകുകയായിരുന്നു. അപ്പോൾ മുനി वशिष्ठ से विचार विमर्श के बाद एक दिन उन्होंने दरबार में कहा, मैंने लंबे समय तक राजकाज चलाया, जैसा बन पड़ा. अब मेरे अंग शिथिल हो गए हैं, मैं वृद्ध हो चला हूँ. मैं चाहता हूँ कि यह कार्यभार राम को सौंप दूँ. अगर आप सब सहमत हों तो राम को युवराज का पद दे दिया जाए. अगर आपकी राय इससे भिन्न है तो मैं उस पर भी विचार करने को तैयार हूँ. അപ്പോൾ ദശരഥ മഹാരാജാവ് വശിഷ്ഠ മുനിയുമായിട്ട് ചർച്ച ചെയ്തു, അല്ലെ? വിചാർ വിമർശൊക്കെ ചെയ്തിട്ട് കെ ബാദ് എക് ദിൻ ഉन्होंने ദർബാർ മേ കാ. അങ്ങനെ ഒരു ദിവസം രാജ്യസഭയിൽ വെച്ചിട്ട് ഇങ്ങനെ അറിയിച്ചു ആൾക്കാരെ, പ്രജകളെയും രാജ്യസഭയിലുള്ള ആൾക്കാരെ അറിയിച്ചു. എന്താണ് അറിയിച്ചത്? ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ രാജ്യഭരണം ചെയ്യുകയാണല്ലേ. ജസാ ബൻപട എങ്ങനെയൊക്കെ ആവുന്നോ ആ രീതിയിൽ ഞാൻ ഇവിടെ ഭരിക്കുന്നുണ്ട്. അബ് മേരെ അംഗ് ശിഥിൽ ഹോ ഗയേ ഹേ, മേ വൃദ്ധ ഹോ ചലാ ഹൂം. ശിഥിൽ ഹോന എന്ന് പറഞ്ഞാൽ ബലമില്ലാതാവുക, അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഞാൻ വൃദ്ധനായിരിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ എനിക്ക് പ്രായമായിരിക്കുകയാണ് എന്ന് രാജാവ് സ്വയം അറിയിച്ചു പ്രജകളെ. मैं चाहता हूँ कि वह यह कार्यभार राम को सौंप दो. അപ്പോൾ ഈ രാജ്യഭാരം, അല്ലേ, ശ്രീരാമനെ ഏൽപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം. സോംപ് ദു, ഏൽപ്പിക്കുക. അപ്പോൾ അഗർ ആപ് സബ് സഹമത് ഹോ തോ രാം കോ യുവരാജ് കാ പദ് ദേ ദിയാ ജായ്. നിങ്ങൾ ഇതിന് എഗ്രി ചെയ്യുകയാണെങ്കിൽ, അല്ലേ? സഹമത് ഹോന എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക. സഹമത് ഹോ തോ രാം കോ യുവരാജ് കാ പദ് ദേ ദിയാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുവരാജാവായിട്ട് ശ്രീരാമന് ആ പദവി നൽകാം, യുവരാജ പദവി നൽകാം. അഗർ ആപ്കി റായ് സെ ഭിന്ന ഹെ, അതായത് ഇതിൻ്റെ തിരിച്ചാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയും ഞങ്ങൾക്ക് ആലോചിക്കാം. അതായത് വിചാർ കർണേക്കോ മേ തയ്യാർ ഹോ, ഞാൻ അതും ആലോചിച്ച് തീരുമാനിക്കാൻ തയ്യാറാണ്. സഭ ने തുമുൽ ധ്വനി സെ രാജ ദശരഥ് കെ പ്രസ്താവ് കാ സ്വാഗത് കിയ. അപ്പോൾ തുമുൽ ധ്വനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒച്ച വെച്ചിട്ട്, അല്ലെ? കോലാഹലം എന്ന് പറയത്തില്ലേ, ഒച്ചത്തിലുള്ള ശബ്ദം, അല്ലേ? അങ്ങനെ തുമുൽ ധ്വനി. അപ്പോൾ തുമുൽ ധ്വനിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു, രാജാ ദശരഥ് കെ പ്രസ്താവ് കാ സ്വാഗത് കിയ. രാജാ ദശരഥൻ എന്താണ് സജസ്റ്റ് ചെയ്തത്? യുവരാജാവായിട്ട് ശ്രീരാമനെ. അത് എല്ലാവരും
സമ്മതമാണ് അവിടെ കൊടുത്തത് അല്ലേ. തുമുൽ ധ്വനി സെ രാജാ ദശരഥ് കെ പ്രസ്താവ് കാ സ്വാഗത് കിയ, എല്ലാവരും സ്വാഗതം ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ പ്രസ്താവന എല്ലാവരും സ്വാഗതം ചെയ്തു. എന്നിട്ട് ജയ് ജയ്ക്കാർ ഹോനെ ലഗി, ജയ് ജയ്ക്കാർ അല്ലേ, ശ്രീറാം കി ജയ് അല്ലെങ്കിൽ ദശരഥ മഹാരാജ് കി ജയ് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ജയ് ജയ്ക്കാർ ഹോനെ ലഗി. ദശരഥ് തോടി ദേർ തക് സുൻതേ രഹേ സന്തോഷ് കെ സാത്ത്. പിന്നെ കുറച്ച് നേരം ദശരഥ മഹാരാജാവ് കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് അതും സന്തോഷത്തോടെ അല്ലേ. ഉन्होंने कहा शुभ काम में देरी नहीं होनी चाहिए, मेरी इच्छा है कि राम का राज्याभिषेक कल सुबह कर दिया जाए. അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് എന്താണ് കൂടുതൽ നേരം എടുക്കേണ്ട, അതായത് ദേരി നഹി ഹോനി ചാഹിയെ, എന്തെങ്കിലും നല്ല കാര്യം വേഗം നടത്തണം അല്ലേ. മേരി ഇച്ഛാ ഹൈ കി രാം കാ രാജാഭിഷേക് കൽ സുബഹ് കർ ദിയാ ജായ്. അപ്പോൾ ശ്രീരാമൻ്റെ രാജാഭിഷേകം നാളെ രാവിലെ തന്നെ ചെയ്യണം എന്ന് ദശരഥ മഹാരാജാവ് അറിയിച്ചു. യഹ് സമാചാർ പലക് ഝപക്തെ പൂരെ നഗർ മേ ഫൈൽ ഗയ. പലക് ഝപക്തെ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടെന്ന് പറയത്തില്ല, ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മി തുറക്കുമ്പോഴേക്കും എന്ന് പറയത്തില്ലേ, അത് പലക് ഝപക്തെ പൂരെ നഗർ മേ ഫൈൽ ഗയ, അത്ര പെട്ടെന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ന്യൂസ് ഫുള്ള് നഗരം അല്ല, മുഴുവൻ നഗരവും ഇങ്ങനെ പരന്നു, എല്ലാവരും അറിഞ്ഞു. ഹർ ജഗ ബസ് യഹി ചർച്ചാ ഥി, രാജാഭിഷേക് കി തയ്യാരിയാം ശുരു ഹുയി. അങ്ങനെ എല്ലായിടത്തും ഇതിൻ്റെ തന്നെ ചർച്ചയായിരുന്നു അല്ലേ. അപ്പോൾ രാജാഭിഷേകത്തിൻ്റെ എല്ലാ അറേഞ്ചൊക്കെ ചെയ്യാൻ എല്ലാവരും തുടങ്ങി. രാജാഭിഷേകം നടത്താനുള്ള തിരക്കിലായി അല്ലേ എല്ലാവരും. शुरू हो गई तैयारियां शुरू. भरत और शत्रुघ्न उस समय अयोध्या में नहीं थे. ആ സമയത്ത് ഭരത്തും ശത്രുഘ്നും അയോധ്യയിലില്ലായിരുന്നു. അവരെവിടെയായിരുന്നു? കെ രാജ് കെ യഹാ ഗയേ ഹുए थे. നാനാ കെ രാജ്, അതായത് അമ്മയുടെ അച്ഛനല്ല അപ്പൂപ്പൻ, അപ്പോൾ അവിടെയായിരുന്നു അവരുണ്ടായിരുന്നത്. ഭരത് ജബ് അയോധ്യ ലോട്ട്നെ കി ബാത് കർത്തെ നാനാ ഉന്നെ റോക്ക് ലേത്തെ. അപ്പോൾ എപ്പോഴെങ്കിലും ഭരത് പറയുകയാണ് അയോധ്യയിലോട്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന്, അപ്പോൾ അപ്പൂപ്പൻ എപ്പോഴും പോകണ്ട എന്ന് പറഞ്ഞ് തടയുമായിരുന്നു അല്ലേ. പിന്നെ ഭരത് കോ അയോധ്യ കി ഘട്ടനാവും കി സൂചന നഹി തി. ആ സമയത്ത് ഭരത്തിനാണെങ്കിലോ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളല്ലേ അതിനെപ്പറ്റി ഒരു അറിവും ഇല്ലായിരുന്നു, ഒരു മെസ്സേജും ഇല്ലായിരുന്നു. ഉന്നെ അപ്നെ പിതാക്കെ നിർണയക്കെ സംബന്ധമേ നഹി പത്താ ഥാ. അപ്പോൾ പിതാവിൻ്റെ ആ നിർണയം അല്ല, ആ തീരുമാനം എന്താണെന്ന് പോലും അതിനെപ്പറ്റി ഒന്നും അറിവും ഇല്ലായിരുന്നു. യ ജാൻകാരി ഭി നഹി ഥി കി അഗ്ലേ ദിൻ രാം കാ രാജാഭിഷേക് ഹോനെ വാലാ ഹെ. അതും അറിയില്ലായിരുന്നു, കാരണം അടുത്ത ദിവസം രാവിലെ രാജാഭിഷേകം നടക്കാൻ പോവുകയാണെന്ന വിവരം പോലും ഭരത്തിന് ഇല്ലായിരുന്നു. കെ ഏക് ദിൻ മേ ഭരത് और ശത്രുഘ്ന का आना संभव नहीं था. പിന്നെ ഒരു ദിവസം കൊണ്ട് അവർക്ക് തിരിച്ചെത്താനും സാധ്യമല്ലായിരുന്നു. രാജാ ദശരഥ് ने इस संबंध में राम से चर्चा की. അപ്പോൾ ഇതിനെപ്പറ്റി ശ്രീരാമനോട് चर्चा ചെയ്തു. राजा दशरथ कहा कि भरत यहाँ नहीं है पर मैं चाहता हूँ कि राजाभिषेक का कार्यक्रम. എന്താ പറഞ്ഞത്? ഭരത് ഇവിടെ ഇല്ലെങ്കിലും ശ്രീരാമനോട് പറഞ്ഞു, ഭരത് ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് രാജാഭിഷേകം നടക്കാനുള്ള എല്ലാ കാര്യക്രമം അല്ലേ എല്ലാ പരിപാടികളും റോക്കാജ, അതായത് കാര്യക്രമം, അതായത് പരിപാടികളൊന്നും നിർത്തിവെക്കരുത്. രാജാഭിഷേകത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പരിപാടികളൊന്നും നിർത്തിവെക്കരുത്. उन्होंने राम से कहा जनता ने तुम्हें अपना राजा चुना है, तुम राजधर्म का पालन करना, कुल की मर्यादा की रक्षा अब तुम्हारे हाथ में है. ജനങ്ങൾ നിന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ രാജാവായിട്ട്. അപ്പോൾ ആ രാജധർമ്മം നിർവഹിക്കണം, എപ്പോഴും അത് പാലിക്കണം, അതായത് നിർവഹിക്കണം. കുൽ കി മര്യാദാക്കി രക്ഷ അബ് തുമാരെ ഹാത്മേ. അത് ഈ കുലത്തിൻ്റെ കുലത്തിൻ്റെ ആ മര്യാദയുടെ രക്ഷ ചെയ്യണം എന്നാണ് രാജാവ് ശ്രീരാമനെ ഉപദേശിച്ചത്. തുമാരെ ഹാത്മേ ഹെ, നിൻ്റെ കൈകളിലാണ് കുലത്തിൻ്റെ മര്യാദയൊക്കെ ഇരിക്കുന്നത്. അതായത് കുലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി ശ്രീരാമനെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ മഹിമ അതുപോലെ കാത്തു സൂക്ഷിക്കണം എന്നാണ് രാജാവ് ഉപദേശിച്ചത്. രാജാഭിഷേക് കി തയ്യാരിയാം റാണി കൈകേയിക്ക് ദാസിനെ ബി ദേഖി. അപ്പോൾ രാജാഭിഷേകത്തിനുള്ള ആ തിരക്കുകൾ അല്ലേ, ആ തയ്യാറെടുപ്പൊക്കെ ആരാ കണ്ടത്? ആ തയ്യാറെടുപ്പൊക്കെ കൈകേയിയുടെ ദാസിയും കണ്ടു. ആ ദാസി ആരായിരുന്നു? മന്ഥര അല്ലേ, മന്ഥറാനെ. शुरू में उसे इस चहल पहल का कारण समझ में नहीं आया. चहल पहल എന്ന് പറഞ്ഞാൽ ഒരു വെപ്രാളം അല്ല, ആ തിരക്ക്,
എന്തെങ്കിലുമൊക്കെ ഉത്സവം നടക്കുമ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ചെഹൽ പഹൽ ഉണ്ടാവും, അതായത് ഒരു ഒച്ചയും ബഹളവും ഒക്കെ അല്ലേ. ചെഹൽ പഹൽക്ക കാരണം, അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. ഉസ്നെ ഇസെ കോയി അന്യ അനുഷ്ഠാൻ സംജ, ഏതെങ്കിലും ഒരു വേറെ എന്തെങ്കിലും അനുഷ്ഠാനം, അതായത് ആചാരം എന്തെങ്കിലും ആയിരിക്കും നടത്താൻ പോകുന്നത്, അങ്ങനെ വിചാരിച്ചു. ഇത്നി റോനൊക്കെ, ഇത്ര വെളിച്ചം, ഇത്ര നല്ല ഭംഗി അല്ലേ, അതിൻ്റെ ഇതെന്താ ഒരുക്കങ്ങളും എല്ലാം കണ്ടപ്പോൾ നല്ല തിളക്കവും അല്ലേ, എല്ലായിടത്തും നല്ല വെളിച്ചം. ऐसा कुछ उसने अन्य അനുഷ്ഠാനോ में नहीं देखा था. അപ്പോൾ മറ്റ് ആചാരങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇതുവരെ, ഇത്ര ഒരുക്കങ്ങളൊക്കെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഉസേ അചംഭാ ഹുവ, അതിശയം തോന്നിപ്പോയി അല്ലേ, എന്താ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നത് അചംഭാ ഹുവ. ഫിർ ഉസ്നെ റാണി കൗശല്യ കി ദാസി സെ പൂച്ച, പിന്നെ റാണി കൗശല്യയുടെ ദാസി ഉണ്ടായിരുന്നു, ദാസിയോട് ചോദിച്ചു എന്താണ് ഈ സംഭവം എന്ന്. ഉസെ തബ് പതാ ചലാ കി കൽ റാം കാ രാജാഭിഷേക് ഹോനെ വാല, ആ സമയത്താണ് മന്ഥരയ്ക്ക് മനസ്സിലായത് രാജാഭിഷേകമാണ് നാളെ ശ്രീരാമൻ്റെ എന്ന്. ഉസെ തബ് പതാ ചല कि कल राम का രാജാഭിഷേക് होने वाला है, ये उत्सव उसी के लिए, ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. മന്ഥര ജൽഭുൻ ഗൈ എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നു അല്ലേ, വളരെയധികം ദേഷ്യം വന്നു. റാം കാ രാജാഭിഷേക് ഉസേ ഷഡയന്ത്ര ലഗ, ഈ ശ്രീരാമൻ്റെ ഈ രാജാഭിഷേകം എന്നത് ഒരു ഗൂഢാലോചനയായിട്ടാണ് മന്ഥരയ്ക്ക് തോന്നിയത്. ആരുടെ അഗൻസ്റ്റ്? കൈകേയിക്ക് വിരുദ്ധ, കൈകേയിയുടെ അഗൻസ്റ്റ് നടത്തുന്ന ഒരു കോൺസ്പിറസി, അതായത് ഷഡയന്ത്ര അല്ലേ, ഗൂഢാലോചനയാണ് എന്നാണ് മന്ഥരയ്ക്ക് അത് തോന്നിയത്. അപ്പോൾ കൈകേയിക്ക് ദാസി തീ, കാരണം എന്തായിരുന്നു? കൈകേയിയുടെ ദാസിയായിരുന്നു മന്ഥര. കൈകേയിക്ക ഹിത് ഉസ്കെ ലിയെ സർവോപരി ഥ, കൈകേയിയുടെ ഹിത്ത്, അതായത് കൈകേയിക്ക് എന്താണോ നല്ലത് അതായിരുന്നു മന്ഥരയ്ക്ക് ഏറ്റവും അധികം, അതായത് സർവോപരി എന്താണ്, അതായിരുന്നു ഇമ്പോർട്ടൻ്റ് അല്ലേ മന്ഥരയ്ക്ക്. കാരണം മന്ഥര കൈകേയിയുടെ ദാസിയായിരുന്നു. കൗശല്യയുടെ ശ്രീരാമനാണ് യുവരാജാവാകാൻ പോകുന്നത്, കൈകേയിയുടെ ഭരതല്ല യുവരാജാവാകാൻ പോകുന്നത്. അപ്പോൾ മന്ഥരയ്ക്ക് ഇത് ഒരു രാജാഭിഷേകം ശ്രീരാമൻ്റെ ഒരു ഗൂഢാലോചനയായിട്ടാണ് തോന്നിയത്, കൈകേയിയുടെ അഗേൻസ്റ്റ് നടത്തുന്ന ഒരു ഗൂഢാലോചന. അപ്പോൾ മന്ഥര ഉसे अपना हित मानती थी, वह कैकेयी की मुँह लगी थी. റാണി കൈകേയി भी उसे बहुत मानती थी. അപ്പോൾ കൈകേയി എന്ത് പറയുകയാണെങ്കിലും തന്നെ അത്രയ്ക്ക് മന്ഥര എന്ത് പറയുകയാണെങ്കിലും കൈകേയി കേൾക്കുമായിരുന്നു, കൈകേയിക്ക് പകരം സംസാരിക്കുന്ന ആളെന്ന പോലെ. അതായത് മന്ഥര എന്താണോ പറയുന്നത് അത് കൈകേയി കേൾക്കുമായിരുന്നു. കൈകേയിക്ക് मंथरयोड़ वल्य कार्यमायरनु, बहुत मानती थी. और क्रोध से आग बबूला मंथरा राणीवास की ओर भागी. അപ്പോൾ ദേഷ്യം വന്ന് ഇങ്ങനെ തിളയ്ക്കുകയാണ് മന്ഥര ഇത് കണ്ടപ്പോൾ അല്ലേ. അത് കണ്ട് വേഗം ഓടി എങ്ങോട്ടാണ് പോയത്? റാണിവാസ്, അതായത് കൈകേയി താമസിക്കുന്ന സ്ഥലത്ത് അല്ലേ, അവിടെ പോയി. എന്നിട്ട് സീധെ കൈകേയിക്ക് കക്ഷമേ, അതായത് റാണിമാരിൽ ഒരാളുടെ കക്ഷ, അതായത് ഒരാളുടെ മുറിയിലോട്ട്, അതായത് കൈകേയിയുടെ മുറിയിലോട്ട് കയറി. ഹാഫ് റഹീത്തി, ഹാഫിനെന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുക അല്ലേ, സ്പീഡിൽ ശ്വാസം എടുക്കുക. അപ്പോൾ ക്രോധ് സെ ചെഹറ ലാൽ ഥാ, ദേഷ്യം കൊണ്ടിങ്ങനെ ചുമന്നിരിക്കുകയാണ് മുഖം. ഭാഗ്നയ്ക്ക് കാരണം സാസ് ഉഖഡ് റഹീത്തി, അത് ശ്വാസം കിട്ടാത്ത രീതിയിൽ അല്ലേ, ഉഖഡ് റഹീത്തി, സാസ് ഉഖഡ് റഹീത്തി. ഉസ്നെ റാണി കൈകേയിക്കോ സോത്തെ ഹുവേ ദേഖ, ആ സമയത്ത് എന്താ കണ്ടത്? കൈകേയി ഉറങ്ങുകയാണ്. किसी तरह स्वयं को संभालते हुए मंथरा ने कहा, എങ്ങനെയോ സ്വയം നിയന്ത്രിച്ചിട്ട് മന്ഥര എന്താ പറഞ്ഞത്? अरे मेरी मूर्ख रानी उठ, तेरी ऊपर भयानक विपदा आने वाली है. മൂർഖ് റാണി എണീക്ക് എന്നല്ലേ മണ്ടി റാണി എന്ന് വിളിക്കുന്നത്, അത്ര അടുപ്പമല്ലേ. അപ്പോൾ ഉട്ട് തെരി ഊപ്പർ ഭയാനക് വിപദ ആനെ വാലി ഹെ, നിൻ്റെ മുകളിൽ ഒരു വലിയ ആപത്ത്, ഭയാനകമായിട്ടുള്ള ആപത്താണ് വരാൻ പോകുന്നത്. ഈ സമയം ഉറങ്ങേണ്ടതല്ല. യഹ സമയം സോനിക്ക നഹി ഹെ, ഹോഷ് മേ ആവോ, ബോധം വരട്ടെ നിനക്ക്, ഉറങ്ങല്ലേ ഇങ്ങനെയെന്ന്. വിപത്തിക്ക പഹാഡ് ടൂട്ടെ ഇസ്സെ പഹലെ ജാഗ് ജാവ്, എന്തെങ്കിലും ആപത്തിൻ്റെ മല അല്ലെ കൂന പോലെ ഇങ്ങനെ വരുന്നുണ്ട് ആപത്ത്, അപ്പം അതിന് മുമ്പ് വേഗം എണീക്കുക, ഉണരൂ എന്നാണ് പറഞ്ഞത്. റാണി കൈകേയി നീന്ദ് സെ ചോങ്കർ ഉठी, അപ്പോൾ പെട്ടെന്ന് ചോങ്കർ, അതായത് അതിശയം തോന്നി, പെട്ടെന്ന് ഇങ്ങനെ എണീറ്റു അല്ലേ കൈകേയി. ഉന്നെ മന്ഥര കി ബാത് സമജ് മേ നഹി ആയി, മന്ഥര എന്താ പറയുന്നതെന്ന് പോലും കൈകേയിക്ക് മനസ്സിലായില്ല.
ബാത് ക്യാ ഹൈ തും ഇത്നാ ഘബറായി ക്യൂ ഹോ സബ് കുശൽ തോ ഹൈ. അപ്പോൾ ചോദിച്ചു എന്താ കാര്യം, നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, എല്ലാം കുശൽ തോ ഹൈ, എല്ലാം ശരിയായിരിക്കുന്നല്ലോ. ഉन्होंने पूछा कैसा कुशल कैसा मंगल सब अमंगल होने वाला है. അപ്പോൾ എന്ത് സുഖം, എന്ത് ശരി അല്ലേ, മംഗൾ എന്ത് നല്ലതാണ് നടക്കാൻ പോകുന്നത്. സബ് അമംഗൽ ഹോനെ വാല ഹൈ, ഒന്നും നല്ലതല്ല നടക്കാൻ പോകുന്നത്. തുമാരെ സുഖവും കാ അന്ത്, നിൻ്റെ സുഖം ഒന്നും ഇല്ലാതാവാനാണ് പോകുന്നത്, ഒരു സുഖവും ഇനി ബാക്കി ഉണ്ടാവില്ല. മഹാരാജ ദശരഥ് ने कल राम का राजाभिषेक करने का निर्णय लिया है. മഹാരാജ് ദശരഥ് എന്താ ചെയ്തത്, നാളെ രാവിലെ ശ്രീരാമൻ്റെ രാജാഭിഷേകം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിർണയ ലിയാ ഹെ. അബ് റാം യുവരാജ് ഹോങ്കി, ഇനി ശ്രീരാമനാണ് യുവരാജാവാകാൻ പോകുന്നത് എന്ന് വാർത്ത അറിയിച്ചു. യഹ് തോ ബഹുത് ശുഭ സമാചാർ ഹെ, ഇത് നല്ലൊരു സമാചാരമാണല്ലോ, ശുഭസമാചാരമാണല്ലോ എന്ന് കൈകേയി പറഞ്ഞു. കൈകേയിനെ പ്രസന്നതാ സെ അപ്നെ ഗലെ കാ ഹാർ ഉത്താർ കർ മന്ഥരാ കോ ദേ ദിയ. അങ്ങനെ മാല അല്ലേ, ആ മാല എടുത്തിട്ട് ആരുടെ ഹാർ ഇങ്ങനെ എടുത്തിട്ട് മന്ഥരയ്ക്ക് കൊടുക്കാനായിട്ട് നീട്ടി. ബഹുത് പ്രസന്ന ഹൂँ, റാം യുവരാജ് പദ് കെ ലിയെ ഹർ തരഹ സെ യോഗ്യ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ശ്രീരാമൻ യുവരാജാവാകുന്നതിൽ, കാരണം എല്ലാ തരത്തിലും യോഗ്യവാനാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു. रानी तुम्हारी बुद्धि फिर गई है, मति मारी गई है. सवाल राम की योग्यता का नहीं, राजा दशरथ के षड्यंत्र का है. റാണിയുടെ ബുദ്ധിയും എല്ലാം ഇങ്ങനെ താറുമാറായിരിക്കുക, അതായത് എല്ലാം തലതിരിഞ്ഞിരിക്കുകയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. മത്തി മാരി ഗൈ ഹെ എന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നതൊന്നും ശരിയല്ല, എല്ലാം തിരിച്ചു മറിച്ചുമാണ് ആലോചിക്കുന്ന രീതിയിലാണ് അവിടെ വരുന്നത്. മത്തി മാരി ഗൈ ഹെ. സവാൽ റാം കി യോഗ്യതാക്ക നഹി. ഇവിടെ എന്താണ് പ്രശ്നം, ശ്രീരാമൻ്റെ യോഗ്യതയെ പറ്റിയുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താണ്, ദശരഥ മഹാരാജാവിൻ്റെ ഗൂഢാലോചനയാണ് അല്ലേ ഇത്. തുമാരെ അധികാർ ചിന്നേക്കാ ഹെ, നിൻ്റെ അധികാരം തട്ടിപ്പറിക്കാനുള്ള ഷഡയന്ത്രമാണ് ഇത് നടക്കുന്നത്, ഗൂഢാലോചനയാണ് നടക്കുന്നത്. മന്ഥരാനെ ഹാർ ദൂർ ഫെങ്തെ ഹുവേ കഹ, അതായത് ആ മാലയുടെ പോലും ആവശ്യമില്ല, ഇവിടെ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോവുകയാണെന്ന രീതിയിൽ ആ മാലയും പിടിച്ച് ഇങ്ങനെ വലിച്ച് എറിഞ്ഞു. കൈകേയി നൽകിയ ആ മാല. മന്ഥരാനെ ഹാർ ദൂർ ഫെങ്തെ ഹുവേ കഹ യഹ് ഷഡയന്ത്ര നഹി തോ ഓർ ക്യാ ഹൈ. ഇത് ഗൂഢാലോചന അല്ലാതെ വേറെ എന്താണ് ഇതിന് പറയുക. കൽ സുബഹ രാജാഭിഷേക് ഹൈ, ഭരത് കോ ജാൻ ബൂझ कर ननिहाल भेज दिया, समारोह के लिए बुलाया तक नहीं. അപ്പോൾ ശരിക്കും ഇത് ഗൂഢാലോചന അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് റാണിയെ മനസ്സിലാക്കിക്കുകയാണ് ആര്യ മന്ഥര. കൽ സുബ, നാളെ രാവിലെ രാജാഭിഷേകം നടക്കാൻ പോവുകയാണ് ശ്രീരാമൻ്റെ. പക്ഷെ ഭരതാണെങ്കിലോ ഇവിടെ ഇല്ല അല്ലേ. ഭരത് കോ ജാൻ ബൂझ कर, അറിഞ്ഞിട്ടാണ് നനിഹാൽ അയച്ചിരിക്കുന്നത് അല്ലേ, നാനിയുടെ വീട്ടിൽ, അതായത് നനിഹാൽ ഭേജ് ദിയാ ഹെ, അവിടെ അയച്ചിരിക്കുകയാണ് ഭരത്തിനെ. സമാരോഹക്കെ ലിയെ ബുലായാ തക് നഹി, ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിച്ചതുപോലുമില്ല അല്ല, ആ സമാരോഹത്തിന് വേണ്ടിയിട്ട് വിളിച്ചതുപോലുമില്ല. കൈകേയി കാ സ്വർ ഉഗ്ര ഹോ ഗയ, അങ്ങനെ കൈകേയിക്ക് വളരെയധികം ദേഷ്യം വന്നു. ഉഗ്ര ഹോന എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നിട്ടുള്ള ശബ്ദം അല്ലേ. സ്വർ ഉഗ്ര ഹോ ഗയ. ഉन्होंने मंथरा को डांटते हुए कहा, അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് മന്ഥരയോട് പറഞ്ഞു, റാം കെ പ്രതി മേര ആഘാത് സ്നേഹ, ശ്രീരാമനോട് എനിക്ക് വളരെ ഡീപ്പായിട്ടുള്ള ആഘാതമായിട്ടുള്ള സ്നേഹമാണുള്ളത്. വോ മുझे മാ കെ സമാൻ മാനത്തെ ഹെ, എന്നെ അമ്മയെപ്പോലെയാണ് കരുതുന്നത്. തുझे इसमें षड्यंत्र दिखाई देता है, ഇതിൽ നിനക്ക് എങ്ങനെ ഗൂഢാലോചന തോന്നുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? इसमें षड्यंत्र नहीं है, राम के बाद भरत ही राजा बनेंगे. ഇതിൽ ഒരു ഗൂഢാലോചനയല്ല, ശ്രീരാമന് ശേഷം ഭരത് തന്നെയാണ് ആകേണ്ടത്, രാജാവാകുക. രാജ് സർവദാ ജ്യേഷ്ഠപുത്രക്കോ ഹി മിൽത്താ ഹെ, എപ്പോഴും സർവദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ജ്യേഷ്ഠപുത്രൻ, അതായത് ഏറ്റവും വലിയ പുത്രൻ അല്ല, വലിയ മകനെ രാജാവായിട്ട് രാജഭരണം കിട്ടാറുള്ളൂ. പുത്രക്കോ ഹി മിൽത്താ ഹെ എന്ന് കൈകേയി പറഞ്ഞു. मंथरा पर इस फटकार का कोई प्रभाव नहीं हुआ. ഈ ദേഷ്യപ്പെടൽ അല്ലേ, ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് കൈകേയി മന്ഥരയോട്, ഇതൊന്നും എഫക്റ്റ് ആയിട്ടില്ല മന്ഥരയ്ക്ക്. ഉസ്കെ ലിയെ യ ദശരഥ് കാ ഷഡയന്ത്ര ഥാ, അപ്പോഴും മന്ഥരയ്ക്ക് അത് മനസ്സിലെന്തായിരുന്നു, ഷഡയന്ത്ര തന്നെയായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ എന്നാണ്
മനസ്സിലുള്ളത്. വ റാണി കൈകേയിക്ക് പലങ് പർ ബാറ്റ് ഗയി, അങ്ങനെ കട്ടിലിൽ തന്നെ ഇരുന്നു അവിടെ. ഉൻകെ ബഹുത് നിക്കട്ട്, അങ്ങനെ കൈകേയിയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് എന്താ പറഞ്ഞത്, കൈകേയിക്ക് ചരിക്ക് ഓർ ദേഖ്തേ ഹുവേ ഉസ്നെ കഹാ, മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, തും ബഹുത് ഭോലി ഹോ, പാവമാണ് നീ, നാദാൻ ഹോ, ഒന്നും അറിവില്ലാത്തവളാണ് നീ. തുമേ ആസന്ന സങ്കട്ട് നെഹി ദിക്ത, വരാൻ പോകുന്ന ആപത്ത് അല്ല വിപത്ത് അല്ലെങ്കിൽ പ്രതിസന്ധി എന്താണെന്ന് കാണാൻ സാധിക്കുന്നില്ലേ. ദുഃഖ കി ജഗ പ്രസന്നത ഹോത്തി ഹൈ, ഇസ് ബുദ്ധി പർ കിസി കോ ഭി തരസ് ആയേഗ. ദുഃഖത്തിന് പകരം, അതായത് നീ വിഷമിക്കുമെന്നാണ് ഞാൻ കരുതിയത്, ആ വിഷമത്തിന് പകരം നീ സന്തോഷിക്കുകയാണോ ചെയ്യുന്നത്. ഇസ് ബുദ്ധി പർ കിസി കോ ഭി തരസ് ആയേഗ, ഈ തരത്തിലുള്ള ബുദ്ധിയോട് ആർക്കാണെങ്കിലും പാവം തോന്നും നിന്നോട്, അതായത് വിഷമം തോന്നും. സംജോ റാണി, ഇനിയെങ്കിലും മനസ്സിലാക്കുക. റാം രാജാ ബനെ तो तुम कौशल्या की दासी बन जाओगी. ശ്രീരാമൻ രാജാവാവുകയാണെങ്കിൽ നീ ഒരു കൗശല്യയുടെ ദാസിയായിട്ട് മാറുകയാണ് ചെയ്യുക. ഭരത് റാം കെ ദാസ് ഹോ ജായെങ്കെ, അങ്ങനെ ഭരതാണെങ്കിലോ ശ്രീരാമൻ്റെ ദാസനുമായി മാറും. രാജ നഹി ബനെങ്കെ, അങ്ങനെ ഭരത്തിന് രാജാവാകാൻ സാധിക്കത്തില്ല. റാം കെ ബാദ് അഗ്ല രാജ റാം കാ പുത്ര ഹോഗ, അതിന് ശ്രീരാമനായതിന് ശേഷം ഇനി ആരാണ് ആകുക, ശ്രീരാമന് ജനിക്കുന്ന പുത്രനായിരിക്കും ആകുക. അനർത്ഥക്കോ അർത്ഥ സമജ്നയ്ക്ക് മൂർഖത മത് കറോ, അനർത്ഥത്തെ, അതായത് എന്താണ് നടക്കാൻ പാടില്ലാത്തത് അല്ലേ, അങ്ങനെയുള്ള സംഭവത്തെ ശരിയായിട്ട് നടക്കുന്ന സംഭവമാണെന്ന് കരുതല്ലേ എന്ന്. അർത്ഥ സമജ്നയ്ക്ക് മൂർഖത, മണ്ടത്തരം ചെയ്യല്ലേ എന്ന് മന്ഥര ഉപദേശിച്ചു. റാണി റാം കോ രാജ് മിലാ തോ വേ ഭരത് കോ ദേശ് നിക്കാല ദേ ദേങ്കെ, ഇപ്പോൾ ശ്രീരാമന് രാജ്യം കിട്ടുകയാണെങ്കിൽ പിന്നെ ഭരത്തിന് ദേശ് നിക്കാല, ദേശത്തിൽ നിന്നും തന്നെ പുറത്താക്കപ്പെടാം അല്ലെ. ഭരത് കോ ദണ്ഡ് ദേങ്കെ, എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭരത്തിനും എന്തെങ്കിലുമൊക്കെ ശിക്ഷ ലഭിക്കും, തീർച്ചയാണ്. ഇസ് തിരസ്കാർ സേ ഭരത് കി രക്ഷാ കറോ, ഈ തിരസ്കാരം അല്ലേ, തിരസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒഴിവാക്കുക അല്ലേ, തിരസ്കരിക്കുക. ഇസ് തിരസ്കാർ സേ ഭരത് കി രക്ഷാ കറോ, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തു ഭരത്തിനെ. റാണി കോയി ऐसा उपाय करो कि राजगद्दी भरत को मिले और राम को जंगल भेज दिया जाए, അങ്ങനെ രാജ്ഗദ്ദി എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കുക റാണി. കാരണം അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലുള്ള ഉപായമാണ് വേണ്ടത്, ഭരത്തിന് രാജ്ഗദ്ദി കിട്ടുന്ന പോലെ, രാജ്ഗദ്ദി എന്ന് പറഞ്ഞാൽ രാജസിംഹാസനം അല്ലേ, സിംഹാസനം ലഭിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കുക. ഭരത് കോ മിലെ और രാജ്ഗദ്ദി ഭരത് കോ മിലെ और राम को ജംഗൽ ഭേജ് ദിയാ ജായ്, അങ്ങനെ എന്താണ്, ഭരത്തിന് സിംഹാസനവും പിന്നെ ശ്രീരാമനെ കാട്ടിലോട്ട് അയക്കാനുമുള്ള എന്തെങ്കിലും ഒന്ന് വഴി കണ്ടുപിടിക്കുക എന്ന് മന്ഥര കൈകേയിയോട് പറഞ്ഞു. കൈകേയി പർ മന്ഥര കി ബാത്തോं का असर होने लगा, അങ്ങനെ കൈകേയിലാണെങ്കിലോ മന്ഥരയുടെ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ എഫക്റ്റ് ആവാൻ തുടങ്ങി അല്ലേ. അസർ ഹോനെ ലഗ, അതിനെ എഫക്റ്റ് ആവാൻ തുടങ്ങി. ഉൻകാ സിർ ചക്രാകെ, അങ്ങനെ തല കറങ്ങാൻ തുടങ്ങി. പലങ് സെ ഉഠി തോ പാവ് സീതേ നഹി പടേ, അങ്ങനെ കട്ടിൽ നിന്ന് എണീറ്റപ്പോൾ ശരിക്കും നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലായി. ആംഖോമെ ആസൂത്തെ, കണ്ണുകളിൽ വെള്ളമുണ്ടായിരുന്നു, കരച്ചിൽ. മൻ ഭാരി ഹോഗയാ, അങ്ങനെ മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു വിഷമം കൊണ്ട്. ആംഖോമെ ആസൂത്തെ मन भारी हो गया, प्रसन्नता की जगह അവ്യക്ത ക്രോധനെ ലേ ലി അല്ലേ. ആ സമയത്ത് സന്തോഷത്തിന് പകരം എന്താണ് സംഭവിച്ചത്, അവ്യക്തമായിട്ടുള്ള, ഒന്നും ക്ലിയർ അല്ലാത്ത ദേഷ്യം, എന്തിനാ വന്നത് ദേഷ്യം എന്ന് പോലും അറിയാത്ത ആ രീതിയിലുള്ള ദേഷ്യം. മന്ഥരാക്കി തർക്കോ മേ ഉന്നെ സച്ചായി ദിഖ്നെ ലഗി, അപ്പോൾ മന്ഥര പറഞ്ഞത് ശരിയാണ് എന്നൊരു തോന്നൽ പോലും ആ സമയത്ത് വന്നു തുടങ്ങി. തുമി ബത്താവോ മേ ക്യാ കറൂ, കൈകേയിനെ ആസു പോച്ചത്തെ ഹുവേ മന്ഥര സെ കഹാ, കണ്ണുകൾ തുടച്ചുകൊണ്ട് കൈകേയി പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഉപദേശിക്കാനാണ് മന്ഥരയോട് ആവശ്യപ്പെട്ടത്. മന്ഥര പലങ് സെ ഉഠി കൈകേയി കെ പാസ് ജാക്കർ ഖടി ഹോഗി, അങ്ങനെ കട്ടിൽ നിന്നും എണീറ്റ് കൈകേയിയുടെ അടുത്ത് പോയിട്ട് നിന്നു. ഉസ്നെ കഹാ യാദ് കറോ റാണി, മഹാരാജ് ദശരഥ് ने तुम्हें 2 वरदान दिए थे, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ റാണി, ദശരഥ മഹാരാജാവ് താങ്കൾക്ക് 2 വരദാനം, അതായത് 2 വരദാനം, ഒരു വരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഓർമ്മിച്ച് നോക്കിയേ. ദശരഥ് സെ അപ്ന വചൻ പൂരാ കർണേ കോ കഹോ, ഏക് സെ ഭരത് കെ ലിയെ രാജ്ഗദ്ദി മാംഗ് ലോ, ദൂസരെ സെ രാം കോ 14 വർഷ കാ വനവാസ്, അങ്ങനെ
രണ്ട് വരദാനം ചോദിക്കാം. അതായത് ദശരഥ് സെ അപ്ന വചൻ പൂരാ കർനെ കോ കഹോ, തൻ്റെ വചനം അല്ലേ കംപ്ലീറ്റ് ആക്കാൻ പറയണം. അതായത് ദശരഥ മഹാരാജാവ് അന്ന് യുദ്ധകളത്തിൽ വെച്ചിട്ട് കൈകേയിക്ക് എന്താണ് പ്രോമിസ് ചെയ്തതാണ് ഈ വരങ്ങൾ അല്ലെ, 2 വരങ്ങൾ. എന്തായിരുന്നു അത്? എക്സ് ഭരത് കെ ലിയെ രാജ്ഗന്ദി മാംഗ്ലോ എന്നാണ് മനസ്സിലിങ്ങനെ കരുതുന്നത് അല്ലേ. എക്സ് ഭരത് കെ ലിയെ അല്ല, മന്ഥര ഇങ്ങനെ പറയുകയാണ് കൈകേയിയോട്. ഒന്നാണെങ്കിൽ ഭരത്തിന് രാജസിംഹാസനം ചോദിക്കുക, പിന്നെ രണ്ടാമത്തത് റാംകോ 14 വർഷ വനവാസ്, ശ്രീരാമന് 14 വർഷത്തിൻ്റെ വനവാസവും ആണ് ചോദിക്കേണ്ടത് എന്ന് മന്ഥര പറഞ്ഞു നൽകുകയാണ് കൈകേയിക്ക്, പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. कैकेयी का चेहरा तमतमाया हुआ था. उन्हें मंथरा की बात ठीक लगी. उनके मन में एक प्रश्न अब भी था, यह बात दशरथ से कैसे कहें. അപ്പോൾ കൈകേയിയുടെ മുഖമൊക്കെ ഇങ്ങനെ വൈരാഗ്യവും വെറുപ്പും പിന്നെ അത് ശരിയാണോ എന്ന ആ രീതിയിലുള്ള ഒരു ഭാവം അല്ലേ. തംതമാന ചെഹറ തംതമായ ഹുവാ താ और उन्हें मंथरा की बात ठीक भी लगी. മന്ഥര പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നലും വന്നു തുടങ്ങി. അപ്പോൾ ഉൻകെ മൻ മേ ഏക് പ്രശ്ന അഭി താ, ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? യ ബാത് ദശരഥ് സെ कैसे कहें, എങ്ങനെ പറയും ദശരഥ മഹാരാജാവിനോട്. ഇത് ഉനെ റാണിവാസ് ബുൽവായെ യാ പ്രതീക്ഷ കരെ, അപ്പോൾ റാണിവാസ് വിളിച്ചു വരുത്തുന്നതാണോ നല്ലത് അതോ വെയിറ്റ് ചെയ്യുന്നതാണോ നല്ലത് എന്ന് തോന്നി തുടങ്ങി. മന്ഥരാനെ കൈകേയിക്ക് മൻ കി ബാത് ഭാംപ്ലി, അങ്ങനെ മന്ഥരയ്ക്ക് എന്താണ് റാണിയുടെ മനസ്സിലുള്ളത് അത് പിടിച്ചെടുത്തു അല്ലേ. തും മേലെ കപ്പടെ പെഹൻകർ കോഭവൻ ചലി ജാओ, മേലെ എന്ന് പറഞ്ഞാൽ നല്ല ചെളിയായിട്ടുള്ള ഉടുപ്പിട്ടിട്ട് കോഭവനിലോട്ട് പോകണം. അപ്പോൾ മഹാരാജ് ദശരഥ് ആയേ തോ ഉൻകി ഓർ മത് ദേഖോ, ദശരഥ മഹാരാജാവ് വന്നാലും മുഖത്ത് നോക്കരുത്. ബാത് മത് കറോ, സംസാരിക്കുക പോലും അരുത്. തും ഉൻകി പ്രിയ റാണി ഹോ, രാജാവിൻ്റെ പ്രിയ റാണിയാണ് കൈകേയി അല്ലേ. തുമാരാ ദുഃഖ് ദേഖ് നഹി പായെങ്കി, വിഷമം കാണാൻ പോലും ദശരഥ മഹാരാജാവിന് ഇഷ്ടം ഉണ്ടാവത്തില്ല. തുമാരാ ദുഃഖ് ദേഖ് നഹി പായെങ്കി और बस उसी समय तुम्हें उन्हें पिछली बात याद दिलाना, दोनों वचन मांग लेना. അപ്പോൾ ആ സമയം നോക്കി എന്താണ് ദശരഥ മഹാരാജാവിനോട് പണ്ടത്തെ കാര്യങ്ങൾ എന്താണ് വരദാനം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ മന്ഥര പറയുന്നത്. ബസ് ഉസി സമയം തുമേ അപ്നി പിച്ച്ലി ബാത് യാദ് ദിലാന, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണം. ദോനോ വചൻ മാംഗലോ, 2 വചനങ്ങളോ അതായത് 2 പ്രോമിസസ് അല്ലേ, രണ്ടും അതിന് നിർവഹിക്കണം എന്നാണ് മന്ഥര ഉപദേശിച്ചത്. ऐसा ही करूँगी, महाराज का षड्यंत्र सफल नहीं होने दूंगी, ഞാൻ അതന്നെ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്ത് വന്നാലും ദശരഥ മഹാരാജാവിൻ്റെ ഈ ഗൂഢാലോചനയെ നടത്താൻ, അതായത് അത് സക്സസ് ആവാൻ സമ്മതിക്കത്തില്ല എന്ന് റാണി തീരുമാനിച്ചു. മന്ഥര ക ലക്ഷ്യ പൂരാ ഹോ ഗയാ താ, അങ്ങനെ മന്ഥര എന്താണോ ആഗ്രഹിച്ചത് ലക്ഷ്യം അത് പൂർത്തിയായി അല്ലേ. ചലത്തെ ഉസ്നെ റാണി കൈകേയി സെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൈകേയിയോട് ഇങ്ങനെ മന്ഥര പറഞ്ഞു, റാം കെ ലിയെ 14 വർഷ കം വനവാസ് മത് മാംഗന, 14 വർഷത്തേക്കാൾ കുറവ് ചോദിക്കരുത് എന്ന് പറഞ്ഞു വരദാനമായിട്ട്. ഭരത് ഇത്നേ സമയമേ രാജ്കാജ് സമ്പാലെങ്കെ, ആ സമയം കൊണ്ട് ഭരതൻ എന്താണ് രാജ്കാജ് സമ്പാലെങ്കെ, അതായത് രാജഭരണമൊക്കെ നടത്തിക്കൊണ്ട് പോയിക്കോളും. ജബ് തക് രാം ലോട്ടെങ്കെ ലോഗുനെ ഭൂൽ ചുക്കെ ഹോങ്കെ, തിരിച്ചു വരുമ്പോഴേക്കും വനവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും ശ്രീരാമനെ മറക്കുകയാണ് മറക്കത്തേ ഉള്ളൂ. ജബ് തക് രാം ലോട്ടെങ്കെ തബ് ഉനെ ഭൂൽ ചുക്കെ ഹോങ്കെ, അബ് ജൽദി കരോ റാണി സമയം ബഹുത് കം ഹെ, ഇനി വേഗം പൊയ്ക്കോ, അല്ല ഇപ്പോൾ സമയം വളരെ കുറവാണുള്ളത്, അതുകൊണ്ട് റാണി വേഗം പൊയ്ക്കോളൂ എന്ന് മന്ഥര ഉപദേശിച്ചു. റാണി കൈകേയി കോപ് ഭവൻ ചലി ഗയി, മന്ഥര റാണിവാസ് സെ നിക്കൽ ഗയി. അങ്ങനെ റാണി കൈകേയി ആണെങ്കിൽ കോപഭവനിലോട്ടും പോയി, മന്ഥര റാണിവാസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. दिन भर की गहमा गहमी के बाद महाराज दशरथ को റാണിയോ की याद आई. അങ്ങനെ തിക്കും തിരക്കും അല്ലേ, ആ ബഹളം, കാരണം ഉത്സവം പോലെയല്ലേ രാജാഭിഷേകം, അപ്പം അതിനുള്ള ആ തിരക്കും ആ ബഹളമൊക്കെ ആ ഗഹമാഗമി ആ വാംതല ആ തിരക്കിൻ്റെ ഇടയിൽ മഹാരാജാവ് എന്താണ് റാണിയെ കാണാൻ പോവുക, റാണിമാരെ ഓർമ്മിച്ചു. തുരന്ത് റാണിവാസ് കി ഓർ ചൽപ്പടെ, അങ്ങനെ റാണികൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോയി.
उन्हें शुभ समाचार देने അവർക്ക് ഈ ഗുഡ് ന്യൂസ് അല്ല ഇത് കൊടുക്കാനായിട്ട് ദശരഥ മഹാരാജാവ് റാണിവാസിലോട്ട് പോയി. सबसे पहले वह कैकेयी के कक्ष की ओर मुड़े. ആദ്യം പ്രിയപത്നിയാണ് കൈകേയി. അപ്പോൾ കൈകേയിയുടെ കക്ഷ, അതായത് കൈകേയിയുടെ മുറിയിലോട്ട് തിരിഞ്ഞു അല്ലേ. കൈകേയി വാഹനീത്തി, ആ സമയത്ത് കൈകേയി അവിടെ ഇല്ല. അപ്പോൾ പ്രതിഹാരി സെ പൂച്ച, അവിടെ ഉണ്ടായിരുന്ന ഭടനോട് ചോദിച്ചു അല്ലേ. പതാ ചലാ കി വേ കോപ് ഭവൻ മേ ഹേ. അപ്പോൾ കോപ് ഭവനിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ദശരഥ് കോ ചിന്ത ഹുയി, ദശരഥ മഹാരാജാവിന് ടെൻഷനായി അല്ലേ, ചിന്തയായി. കൈകേയി കോപ് ഭവൻ മേ പരന്തു ക്യൂ, അവിടെ എന്തിനാണ് കൈകേയി പോകേണ്ട ആവശ്യം, എന്തിനാണ് എന്ന് ആലോചിച്ചു. ക്യാ ഇസ്ലിയെ കി ഉന്നെ അബ് തക് സൂചന നഹീ മിലി, എന്തുകൊണ്ടാണ് അവിടെ ചെന്നത്, ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണോ അല്ലേ, ഇതിനെപ്പറ്റിയുള്ള കാര്യം കൈകേയി അറിയാത്തത് കൊണ്ടാണോ അവിടെ ചെന്നിരിക്കുന്നത്. മേ ഉസെ അവശ്യം മനാലൂങ്ക, എങ്ങനെയെങ്കിലും ഞാൻ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാം കൈകേയി എന്ന് ദശരഥ മഹാരാജ ആലോചിച്ചു. ദശരഥ് കോപഭവൻ का दृश्य देखकर हैरान हो गए. കോപഭവൻ എത്തിയപ്പോൾ ദശരഥ മഹാരാജാവിന് അവിടുത്തെ ആ ദൃശ്യമൊക്കെ കണ്ടപ്പോൾ അതിശയം തോന്നിപ്പോയി. എന്താ ഈ സംഭവിക്കുന്നത് എന്ന് പോലും ദശരഥ മഹാരാജാവിന് മനസ്സിലാകിയിട്ടില്ല. ഉന്നെ കുച്ച് സമജ് മേ നഹീ ആയ, ഒന്നും മനസ്സിലായില്ല. കൈകേയി ജമീൻ पर लेटी हुई थी, बाल बिखरे हुए, गहने कक्ष में बिखरे हुए, कपड़े मैले. അപ്പോൾ ഇങ്ങനെ റാണി കിടക്കുകയാണ് അല്ലേ, കൈകേയി ജമീൻ पर, അത് നിലത്ത് കിടക്കുകയായിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ കെട്ടഴിച്ചിട്ട്, പിന്നെ സ്വർണ്ണം അല്ലേ ഇട്ടിരിക്കുന്ന വളകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സ്വർണ്ണമൊക്കെ ഇങ്ങനെ കിടന്നിരിക്കുകയാണ് ആ മുറിയിൽ. കപ്പടേ മേലെ, ഡ്രസ്സും ഇങ്ങനെ ചെളിയായിട്ടിരിക്കുകയാണ്. तुम्हें क्या दुख है, क्या हुआ तुम्हें, मुझे बताओ, അസ്വസ്ഥ ഹോ, എനിക്ക് എന്താണ് വിഷമം, എൻ്റെ അടുത്ത് പറയൂ, എന്താണ് അസ്വാസ്ഥ്യം, രാജവൈദ്യനെ വിളിക്കണോ എന്നൊക്കെ ദശരഥ മഹാരാജാവ് ചോദിച്ചു. രാജവൈദ്യക്കോ ബുലാവും, ദശരഥനെ കൈ സവാൽ പൂച്ച, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. കോയി ഉത്തർ നഹി മില, ഒരു ഉത്തരവും കിട്ടിയില്ല. കൈകേയി റോത്തി റഹി, അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കൈകേയി. तुम मेरी सबसे प्रिय रानी हो, मैं तुम्हें प्रसन्न देखना चाहता हूँ, तुम्हारी खुशी के लिए मैं कुछ भी कर सकता हूँ. എൻ്റെ പ്രിയപ്പെട്ട റാണിയാണ് കൈകേയി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ദശരഥ മഹാരാജാവ്. എനിക്ക് എപ്പോഴും സന്തോഷവതിയായിട്ട് കാണാനാണ് ഇഷ്ടം. തുമാരി ഖുഷിക്ക് ലിയെ കുച്ച് ബി കർ സക്താ ഹൂം, റാണിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, എന്തും. അപ്പോൾ ധർത്തി ആസ്മാൻ ഏക് കർ സക്താ ഹൂം, ആകാശവും ഭൂമിയും ഒരുമിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ദശരഥനെ കൈകേയിക്കോ മനാനിക്ക ബഹുത് പ്രയാസ് കിയ, അങ്ങനെ കുറേ ശ്രമിച്ചു അല്ലേ. ഉത്തർ ഉന്നെ ഫിർ ബി നഹി മില, അപ്പോഴും ഒന്നും ഉത്തരമായിട്ട് ലഭിച്ചിട്ടില്ല. കുറേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു ദശരഥ മഹാരാജാവ്, എന്തെങ്കിലും ചെയ്യണോ, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും കൈകേയി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും പറയാതെ, അതായത് ഉത്തരവൊന്നും നൽകാതെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദശരഥ് ഭീ ഭൂമി പർ ബാറ്റ് ഗയെ, അങ്ങനെ നിലത്ത് ദശരഥ മഹാരാജാവും കൈകേയിയുടെ അടുത്തിരുന്നു. വിൻതി കർത്തേ രഹി, ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. വിൻതി, ഹാ മേ ബിമാർ ഹോ എന്ന് പറഞ്ഞു. കൈകേയി പറഞ്ഞു, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. मैं अपनी बीमारी के संबंध में आपको बताऊंगी, लेकिन पहले आप एक वचन दें, मैं जो मांगूँ उसे पूरा करेंगे. എനിക്ക് എന്താണ് അസുഖമെന്ന് ഞാൻ പറയാൻ തയ്യാറാണ്, പക്ഷേ ഒരു എന്താണ് പ്രോമിസ് ചെയ്യണം അല്ല, ഏക് വചൻ ദോ कि मैं जो मांगूँ उसे पूरा करोगे, ഞാൻ എന്ത് ചോദിച്ചാലും അത് പൂർത്തീകരിച്ച് തരും എന്ന് പ്രോമിസ് ചെയ്യാനായിട്ട് പറഞ്ഞു. രാജാനെ തത്കാൽ ഹാമി ഭർദി, അപ്പം തന്നെ ഹാമി ഭർണ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഹാ എന്ന് അറിയിക്കുക അല്ലേ, ഹാമി ഭർണ. കഹാ मैं राम की सौगंध खाकर कहता हूँ तुम्हारी हर इच्छा पूरी करूँगा, ഞാൻ ശ്രീരാമനെ വെച്ച് സത്യം ചെയ്യുകയാണ്, എന്ത് പറയുകയാണെങ്കിലും ഞാനത് കേൾക്കാൻ തയ്യാറാണ്, എന്ത് ആഗ്രഹവും തീർത്ത് തരാൻ തയ്യാറാണ്. മഹാരാജ് ദശരഥ് ने राम की सौगंध ली तो കൈകേയി ഉട്ട്കർ बैठ गई, അങ്ങനെ ശ്രീരാമൻ്റെ സത്യം ഇട്ടപ്പോഴേക്കും കൈകേയി എണീറ്റിരുന്നു. आप मुझे वे दोनों वरदान दीजिए जिसका संकल्प आपने वर्षों पहले रणभूमि में लिया था. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ രണഭൂമിയിൽ, അതായത് എന്താ സംഭവം, രാജാവിനെ രക്ഷിക്കുകയാണ് കൈകേയി ചെയ്തത് യുദ്ധത്തിൽ. അപ്പോൾ ദശരഥ മഹാരാജാവ് കൈകേയിയോട് പറഞ്ഞു, 2 വരദാനമായിട്ട് എപ്പോഴാണെങ്കിലും 2 വരദാനം ഞാൻ നൽകുകയാണ്, നീ എപ്പോൾ ചോദിക്കുകയാണെങ്കിലും അത് ഞാൻ ചെയ്തു നൽകാൻ തയ്യാറാണ് എന്നാണ് ആ സമയത്ത് ദശരഥ മഹാരാജാവ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കൈകേയി അത്
ഈ സമയം അതിനായിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ. അപ്പോൾ കൈകേയി പറയുകയാണ് ആ 2 വരദാനം എനിക്ക് ഇപ്പോൾ വേണം. അതായത് ജിസ്കാ സങ്കൽപ്പ് ആപ്നെ വർഷവും പഹലെ, അതിന് പ്രോമിസ് ചെയ്താണ് ഇത് 2 ചെയ്തു തരാം, 2 വരദാനവും ചെയ്തു നൽകാമെന്നത്. അത് ഇപ്പോൾ ചോദിക്കുകയാണ്. അപ്നെ വർഷവും പഹലെ രണഭൂമി ലിയാ താ, യുദ്ധഭൂമിയിൽ അന്ന് ചെയ്ത ആ പ്രോമിസ് അതിപ്പോൾ നടത്തി തരണം. അതായത് 2 വരദാനവും ഇപ്പോൾ ചെയ്തു തരണം എന്ന് കൈകേയി ചോദിച്ചു. മഹാരാജാ ദശരഥ്നെ ഹാമി ഭരി, അങ്ങനെ മഹാരാജാവ് ദശരഥ് ആണെങ്കിലോ ഹാ എന്ന് പറയുകയും ചെയ്തു. അതായത് ഹാമി ഭരി. കൽ സുബ രാജാഭിഷേക് ഭരത് കാ ഹോ റാം കാ നഹി എന്ന് കൈകേയി പറഞ്ഞു. എന്താണ് കൈകേയി പറഞ്ഞത്? നാളെ രാവിലെ രാജാഭിഷേകം ഭരതിൻ്റെയാണ് നടക്കേണ്ടത്, ശ്രീരാമൻ്റേതല്ല എന്ന് കൈകേയി പറഞ്ഞു. ദശരഥ് ഭൗചക് രഹേ, ദശരഥന് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത രീതിയിൽ അല്ലേ, ഭൗചക് അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിന്നുപോയി. എന്തായി സംഭവിക്കുന്നത്? ഉൻപർ വജ്രപാത് സാ ഹുവാ, വജ്രപാത് സാ എന്ന് പറഞ്ഞാൽ മിന്നൽ പോലെ അല്ലേ. ഇങ്ങനെ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പോയി രാജാവ്. തോടാ റുക്കർ കൈകേയി ബോലി, കുറച്ച് നിന്നിട്ട് പിന്നെ കൈകേയി പറഞ്ഞു, റാം കോ 14 വർഷ കാ വനവാസോ, 2ാമത്തെ വരദാനം എന്താ ചോദിച്ചത്? 14 വർഷത്തിൻ്റെ വനവാസം വേണം ശ്രീരാമന് രാജാഭിഷേകവും ചെയ്യരുത്, അതുമാത്രമല്ല ഭരതിനെ രാജാവായിട്ട് വാഴിക്കണം, അതുമാത്രമല്ല ശ്രീരാമന് 14 വർഷത്തെ വനവാസവും നൽകണം എന്നാണ് 2ാമത്തെ വരദാനം കൈകേയി ചോദിച്ചത്. ദശരഥ് കാ ചേര സഫേദ് പട് ഗയ, അതായത് വിളറിപ്പോയി രാജാവ്. അവാക് രഹ ഗയെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി അല്ല, അവാക് രഹന. സിർ ചക്രാനെ ലഗ, അങ്ങനെ തലകറങ്ങാൻ തുടങ്ങി. മൂർച്ഛിത് ഹോക്കർ ഗിറ്റ് പടി, അങ്ങനെ ബോധമില്ലാതെ താഴെ വീണു. കുച്ച് ദേർമേ രാജാക്കോ ഹോഷായ, അപ്പോൾ ബോധം വന്നു, കുറച്ച് സമയത്തിന് ശേഷം ബോധം വന്നു. കൈകേയിക്ക് ഓർ ദേഖ, കൈകേയിനെ വീണ്ടും നോക്കി. ബഡേ കാത്തർ ഭാവ്സെ പോലെ, കാത്തർ ഭാവ്സെ എന്ന് പറഞ്ഞാൽ നല്ല വിഷമമുള്ള, അല്ല വിഷമത്തിൽ ഇങ്ങനെ കൈകേയിയോട് ഇങ്ങനെ ചോദിച്ചു. യേ തും ക്യാ കഹ രഹി ഹോ, മുझे വിശ്വാസ് നഹി ഹോത്താ കി मैंने സഹി സുനാ ഹെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്താണ് നീ പറയുന്നത്? കൈകേയി അടിറഹി, കൈകേയി അപ്പോഴും വാശി പിടിച്ചിരിക്കുകയാണല്ലേ, അടിറഹി, അതിൽ തന്നെ പിടിച്ചു നിന്നു. ദശരഥ് കൈകേയിക്ക് മാങ്കോ അസ്വീകാർ കർത്തേ രഹേ, ഇത് സമ്മതിക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ ദശരഥ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അസ്വീകാർ കർത്തേ രഹേ, അതിന് സ്വീകരിക്കാതിരുന്നു. അനർത്ഥ ബതാത്തേ രഹേ, അനർത്ഥാവാൻ പോകുന്നതാണ്, ഒന്നും നല്ല രീതിയിൽ നടക്കാൻ സാധിക്കാൻ, എന്തോ അനർത്ഥം വരാൻ പോവുകയാണ് എന്ന രീതിയിൽ പറഞ്ഞു. തബ് കൈകേയിനെ അന്തിം ഹത്യാർ ചല, അതിനുശേഷം കൈകേയി അടുത്ത, അതായത് അവസാന അടവ് എന്ന് പറയത്തില്ലേ, അന്തിം ഹത്യാർ ചലായ. അപ്നെ വചൻ സെ പീछे ഹട്ട്ന രഘുകുൽ കാ അനാദർ ഹേ എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ കൊടുത്ത വചനത്തിൽ നിന്നും പിറകിലോട്ട് പോകരുത് അല്ലേ, അങ്ങനെ പോകുന്നത് ഈ രഘുകുലത്തിന് തന്നെ അപമാനമാണ്, അത് അനാദരാണ്. അനാദർ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നില്ല എന്ന രീതിയിൽ, അതല്ല രഘുകുലിനുള്ള അത് അനാദരവാണ് കാണിക്കുന്നത് രാജൻ. ആപ് ചാഹേ തോ ऐसा कर सकते हैं, पर तब आप दुनिया को मुँह दिखाने योग्य नहीं करेंगे. അപ്പോൾ ഇത് നിരസിക്കുക, അതായത് ചെയ്യാൻ സാധ്യമല്ല, ഈ വരദാനം നൽകാൻ സാധ്യമല്ല എന്നത് മഹാരാജാവിന് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് രഘുകുലത്തിന് അനാദരവ് കാണിക്കുന്നത് പോലെ എന്നത് മാത്രമല്ല, ദുനിയാക്കോ മുँह दिखाने योग्य नहीं रहेंगे, അതായത് ഈ ലോകത്തിന് തന്നെ മുഖം കാണിക്കാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും മഹാരാജാവ് ജീവിക്കുക. പിന്നെ അല്ലേ, രഹി മേരി ബാത് ആപ് വരദാൻ നഹി ദേങ്കെ തോ മേ വിഷ് പീക്കർ ആത്മഹത്യ കർ ലൂങ്കി. അപ്പോൾ എൻ്റെ കാര്യമാണെങ്കിലോ രാജാവ് ഈ വരദാനങ്ങൾ എനിക്ക് നൽകിയില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നത്. ഈ കളങ്ക് ആപ്കെ മാത്തയിലേക്ക്, അതും തങ്ങളുടെ തലയിൽ, അതായത് രാജാവിൻ്റെ പേരിൽ തന്നെ വരും, അതായത് ഞാനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. രാജാ ദശരഥ് യസുൻ നഹി സക്കെ ദുബാര ബേഹോഷ് ഹോ ഗയ, അത് കേട്ടപ്പോൾ വീണ്ടും മൂർച്ഛിതനായി, അതായത് ബേഹോഷ്, അതായത് തലകറങ്ങി ബോധമില്ലാതായി. രാത് ഭർ ബേസുദ് പടേ രഹേ, ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു, ഒന്നും ബോധമില്ലാതെ ബേസുദ് പടേ രഹേ. ബീച്ച് ബീച്ച് മേ ഹോഷ് ആത്ത, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം വരും. അപ്പോൾ വ കൈകേയിക്കോ സംജാത്തെ, ആ സമയത്തൊക്കെ കൈകേയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഗിഡ്ഗിടാത്തെ, റിക്വസ്റ്റ് ചെയ്യും അല്ലെ, ധംകാത്തെ, പേടിപ്പിക്കും, ഡറാത്തെ. പർ കൈകേയി ഠംസെ
ठस से मस नहीं हुई. ठस से मस नहीं हुई എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറായില്ല അല്ലേ. पर കൈകേയി ठस से मस नहीं हुई उसी में अड़ी रही, അതായത് അതിൽ തന്നെ പിടിച്ചു നിന്നു എന്നാണ് ठस से मस होना. सारी रात इसी तरह बीत गई. അങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ കടന്നുപോയി. രാജാവിന് ബോധം വരും, രാജാവ് റിക്വസ്റ്റ് ചെയ്യും, ദേഷ്യപ്പെടും, എന്നിട്ട് വീണ്ടും ബോധമില്ലാതാകും രാജാവിന് അല്ലേ. ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതെനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.